ഹണി, ഇവിടെ ഇവിടെ. ഹായ്, ഞാൻ പിടിച്ചു. യുദ്ധത്തിന് പോകുമ്പോൾ കയ്യിൽ വേണം വാള്. നീ ഇപ്പോൾ കണ്ടെത്തിയത് തെറ്റായ ആള്. അടികൈ. കണ്ണ സാറേ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എന്റെ വീട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് നോട്ടീസ് വന്നിരിക്കുകയാണ്. ഞാൻ പോയിട്ടില്ല ഇന്ന് ഓഫീസ്. എനിക്കും കിട്ടി വീടൊഴിയാനുള്ള നോട്ടീസ്. അടികൈ. എന്നാൽ മാഡം, നിങ്ങൾ എല്ലാരും തന്നെ ഈ വീട് വിലക്ക് വാങ്ങിയതല്ലേ? അതെ, നമ്മളിപ്പോ ഈ വീട് ഒഴിഞ്ഞു കൊടുത്താലേ ഈ സാധനങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും? എടാ മണ്ടന്മാരുടെ രാജാവേ, വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് വെച്ചാൽ വീട് വിട്ട് പോകണമെന്നാണ്. സംശയമുണ്ടോ? പക്ഷെ നിങ്ങളുടെ വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് ആരാണ്? ഞാനാ. മര്യാദക്ക് വീട് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ എല്ലാരെയും റെയിൽവേ പാളത്തിൽ കെട്ടിയിട്ട് കഥ ഞാൻ കഴിക്കും. അല്ല, നിങ്ങൾ ആരാണ്? നിങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങൾ എന്തിനാണ് വീട് ഒഴിഞ്ഞു തരേണ്ടത്? കാരണം നിങ്ങളുടെ ഈ വീട് ഇല്ലീഗലാണ്. ഈ സ്ഥലം മുഴുവൻ എന്റെ മുത്തച്ഛൻ്റെതായിരുന്നു. അത് പ്ലോട്ടാക്കി തിരിച്ച് നിങ്ങൾ വീട് നിർമ്മിച്ചിരിക്കുകയാണ്. മൈക്കൽ ജാക്സൺ പാടില്ല നാട്ടിലെ വില്ല് പാട്ട്. വസ്തുവിന്റെ പ്രമാണം ഞങ്ങളുടെ കയ്യിലുണ്ട്, നീ തന്നെ നോക്ക്. അടികൈ. അത് ശരി, എങ്കിൽ കാണിക്ക. അതിന്റെ ആവശ്യമില്ല. നമ്മളുടെ എല്ലാവരുടെയും വീടിന്റെ പ്രമാണം ഇവൻ മോഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. പച്ചക്കള്ളം. അതിനെന്താണ് തെളിവുള്ളത്? ഞാൻ എല്ലാരെയും പിടിച്ച് റെയിൽവേ ലൈനിൽ കെട്ടിയിട്ട് കഥ കഴിക്കും. നോക്ക, മര്യാദക്ക് ഞങ്ങളുടെ ആധാരം ഞങ്ങളുടെ കയ്യിൽ തന്നേക്ക്, അല്ലെങ്കിൽ കൈയുടെ ചൂട് നീ അറിയും. നിഞ്ചാസ്. ഇവരെ നിഞ്ച ബോഡി ഗാർഡ്സ് ആണ്. ഇവരുടെ പവർ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ? ഒരാഴ്ച ഞാൻ സമയം തരാം. എല്ലാരും വീട് ഒഴിഞ്ഞോണം. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ വീട് പൂട്ടാനായിട്ട് പൂട്ടും കൊണ്ടേ ഞാൻ വരൂ. മനസ്സിലായോ? Come on boys, let's go. ഇൻസ്പെക്ടർ പാണ്ഡ സാറേ, നിങ്ങൾ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. തെളിവൊന്നുമില്ലാതെ എന്നെ കൊണ്ടൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. 1 രൂപ കൊടുത്ത പിച്ചക്കാരൻ നല്ല തല്ല് തരും. നമ്മൾ എന്തായാലും ഇപ്പൊ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. വേണ്ട വേണ്ട, ആരും കൈയടിക്കണ്ട. ഒരബദ്ധത്തിൽ പറഞ്ഞു പോയതാ. പുതിയ പ്രശ്നം തുടങ്ങിയിരിക്കുകയാണല്ലോ. എല്ലാവരും ദുഃഖിതരാണ്. നമ്മൾ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. സംശയമുണ്ടോ? അതെ, ഇത് നമ്മുടെയും വീടാണെന്നുള്ള കാര്യം മറക്കരുത്. എന്താ ചെയ്യുക? ന്യൂഡിൽസ് ഉണ്ടാക്കാം. അത് വെച്ച് എന്ത് ചെയ്യാനാ? വേറെ ഒന്നുമില്ല, എനിക്ക് വിശക്കുന്നു. അതുകൊണ്ടാ ന്യൂഡിൽസ് ഉണ്ടാക്കാന്ന് പറഞ്ഞേ. അല്ല, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? എടാ, എങ്ങനെയെങ്കിലും വീടിനെ രക്ഷിക്കണം. എല്ലാ വീട്ടിന്റെയും പ്രമാണം അവന്റെ കൈവശം ഉണ്ടെങ്കിൽ അത് കൈക്കലാക്കണം. പിന്നെ വീട് സ്വന്തമാകും. നമുക്ക് പോയിട്ട് അവരോട് പേപ്പേഴ്സ് തിരിച്ചു ചോദിക്കാം. അവൻ തരൂല. വെണ്ണ എടുക്കണമെങ്കിൽ തൈര് നന്നായിട്ട് കടയണം. സംശയമുണ്ടോ? അതെ, എന്തിനാ നമ്മൾ വെണ്ണ എടുക്കുന്നേ? എടാ കഴുതേ, അത് പഴഞ്ചൊല്ലാണ്. ഇനി സമയം നമ്മൾ കളയരുത്. ഇന്ന് രാത്രി അവന്റെ ഓഫീസിൽ പോയി പേപ്പേഴ്സ് നമ്മൾ കൊണ്ടുവരണം. പക്ഷെ ആ നിഞ്ചാസിന് നമ്മൾ എങ്ങനെ നേരിടും? തോത്താറാമുണ്ടല്ലോ. ഇവിടെ ഒരുപാട് ഫയൽസ് ഉണ്ടല്ലോ. ഇന്ന് രാത്രി മുഴുവനും നമുക്ക് അന്വേഷിക്കാം. എന്തിനാ ടോർച്ചിന്റെ ബാറ്ററി ഇങ്ങനെ നശിപ്പിക്കുന്നേ? ഇവിടെ ലൈറ്റ് ഉണ്ടല്ലോ. എന്തുവാടേ, നീ ഇത്രക്ക് മരമണ്ടനായിരുന്നോ? ലൈറ്റ്സ് ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. ഗാർഡ്സ് ഉടൻ തന്നെ ഇങ്ങ് എത്തും. പെട്ടെന്ന് ആ പേപ്പേഴ്സ് എവിടെയാന്ന് അന്വേഷിക്കേ. ഇവിടെയില്ല. ഇവിടെയില്ലല്ലോ. ഇവിടെ ഇല്ലല്ലോ. ഇതുമല്ല. ഇതുമല്ല. ഫൈൽസ് അതാ പറക്കുന്നു. ഇവിടെ പ്രേതമുണ്ട്. പ്രേതമല്ലടേ, ഇത് ഞാനാ. സംശയമുണ്ടോ?
എന്റെ അമ്മച്ചി! ആ, 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 ആ. ഇത് ലോക്കറല്ലേ? ലോക്കർ തന്നെയാ. അതുകൊണ്ട് അത് ഇതിനകത്ത് തന്നെ കാണും. സംശയമുണ്ടോ? ഒരു സംശയമില്ല, തുറക്ക്. ആ, നീ മാറ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പറ്റൂലടേ, ഇത് പൊട്ടിച്ചേ മതിയാകൂ. ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഒത്തുപിടിച്ചു ഐലസ. കിട്ടിപ്പോയി. എല്ലാവരുടെ പ്രമാണവും ഇതിനകത്തുണ്ട്. കിട്ടിയിരിക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ പുറത്തേക്ക് പോകും? നിഞ്ചാസ്, നിഞ്ചാസ്. വേഗം വരേൻ. ഇന്ന് എന്തായാലും ജിമ്മിലേക്ക് പോയില്ല. വർക്കൗട്ട് ഇവിടെ തന്നെ അങ്ങ് നടത്തി കളയാം. എടേ, നീ ഒന്ന് മതിയാക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എടാ, നിങ്ങൾ എന്തായി കാണിച്ചത്? ഇവിടെ നിന്ന് പോകണമെങ്കില് നിങ്ങൾ എന്നെ ആദ്യം തോൽപ്പിക്കണം. നിങ്ങളെ എല്ലാവരെയും റെയിൽവേ പാളത്തിൽ കെട്ടിയിട്ട് കഥ തീർക്കും. അത് ശരി, എങ്കിൽ എന്റെ ബലം ഞാൻ നിനക്കൊന്ന് കാണിച്ചു തന്നേക്കാം. എന്നെയൊക്കെ റെയിൽവേ പാളത്തിൽ കെട്ടിയിട്ട് ഒക്കെ റെയിൽവേ പാളത്തിൽ ഞാൻ കെട്ടിയിട്ട് കാണുക. ഈഷ്, ഇൻസ്പെക്ടർ ആയിരുന്നിട്ട് പോലും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഓണം വന്നാൽ പോയി എടുക്കും നല്ല തുണി. ആ ബിൽഡർ നമുക്ക് തന്നു നല്ല 8ന്റെ പണി. അടികൈ. ഞങ്ങൾ എല്ലാവരും ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ സന്തോഷത്തോടെ കൈകൊട്ടുകയാണോ? മാഡം, ഇനി നിങ്ങൾക്ക് ഒരു വിഷമവും വേണ്ട. ഈഷ്, ഞങ്ങളുടെ വീടുകൾ കൈവിട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ വിഷമിക്കാതിരിക്കാൻ കഴിയും? ഇനി ഒരിക്കലും കൈവിട്ട് പോകില്ല. ആ ബിൽഡറിന്റെ ഓഫീസിലേക്ക് പോയി ഞങ്ങൾ എല്ലാ പേപ്പേഴ്സും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്ത്? അതേന്നെ, എല്ലാവരുടെ പ്രമാണവും കിട്ടിക്കഴിഞ്ഞോ? വൗ! എന്തായാലും നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാ. പായസം ഒരുപാട് കുടിച്ചത് കൊണ്ട് തലയ്ക്ക് മത്തു പിടിച്ചു. നിങ്ങൾ ആ ബിൽഡറിനെ നല്ലൊരു പാഠം പഠിപ്പിച്ചു. അടികൈ.